വാട്സ്ആപ്പ് ഗേസ് ബോക്സിനുവേണ്ടി നാസമാണ്. മൊബൈൽ ഫോണുകളുടെ കാര്യത്തിൽ ഏറ്റവും പുതിയൊരു അപ്ഡേഷൻ വന്നിരിക്കുകയാണ്. നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു മൊബൈൽ ഫോണൊക്കെ ഇനി വേസ്റ്റ് ആണ്. ഈ ഒരു മൊബൈൽ ഫോണുകളുടെ കാലം അങ്ങ് കഴിയാൻ പോവുകയാണ്. അതിന് പകരം ഒരു ഡിവൈസ് വരാൻ പോവുകയാണ്. എങ്ങനെയാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണുകളുടെയൊക്കെ കാലം കഴിയാൻ പോകുന്നത്, എന്താണ് വരാൻ പോകുന്ന ഡിവൈസ്, ഇതെല്ലാം ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ കുറിച്ച് നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട് ഞങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഉറപ്പായിട്ടും വെച്ചു കൊടുക്കുക. അതേ വേപ്പിയാണ്. നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗോ. നിലവിൽ നമുക്കറിയാം പല കമ്പനികളും മൊബൈൽ ഫോണുകളുടെ കാര്യത്തിൽ ഏറ്റവും പീക്ക് ലെവലിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഐഫോൺ 16 Pro Max ഇറങ്ങിയ സമയത്തും സാംസങ്ങിന്റെ S25 Ultra സീരീസ് ഇറങ്ങിയ സമയത്തും ഇതിൽ വളരെ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും മൊബൈൽ ഫോൺ സംവിധാനത്തിൽ കൊണ്ടുവരാൻ പല കമ്പനികൾക്കും പറ്റിയിട്ടില്ല. ഈവൻ ആപ്പിളിനാണെങ്കിലും കോമ്പറ്റീറ്റർ ആയിട്ടുള്ള സാംസങ്ങിനാണെങ്കിലും വലിയ മാറ്റങ്ങളൊന്നും കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. നമുക്ക് കഴിഞ്ഞ കൊല്ലത്തെ S24 Ultra എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നും മാറ്റം വരുന്നത് പ്രോസസ്സറിലും അൾട്രാ വൈഡ് ക്യാമറയിലും മാത്രമാണ് ചെറിയൊരു മാറ്റം വന്നിരിക്കുന്നത്. ഐഫോൺ എടുത്തു കഴിഞ്ഞാൽ 16 Pro Maxലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു ക്യാപ്ചർ ബട്ടണും അതേപോലെ തന്നെ ഒരു AI ഇന്റലിജൻസും വന്നിട്ടുണ്ട്. സാംസങ്ങിലും ഈ ഒരു AI സംവിധാനം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും പീക്ക് ലെവലിലാണ് മൊബൈൽ ഫോണുകൾ ഇപ്പോൾ വന്ന് നിൽക്കുന്നതെന്ന് പറയുന്നത്. ഇനി ഇതിലേക്കൊരു മാറ്റം കൊണ്ടുവരാൻ മൊബൈൽ ഫോണുകൾക്ക് കഴിയുന്നില്ല. ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് മെറ്റയുടെ സ്ഥാപകനായിട്ടുള്ള മാർക്ക് സുക്കർബർഗ് കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്. ഏകദേശം ഒരു 10 കൊല്ലം കൂടി കഴിയുമ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ മൊബൈൽ ഫോണുകളെല്ലാം ഇല്ലാതാകുകയും ഇതിന് പകരം ഒരു സാങ്കേതിക വിദ്യ നമ്മുടെ നാട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു യുഗത്തിലേക്ക് വരാൻ പോകുന്നതെന്നും മാർക്ക് സുക്കർബർഗ് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സാങ്കേതിക വിദ്യയുടെ ഭാഗമാകാൻ വേണ്ടി ആപ്പിളും അതേപോലെ തന്നെ മാർക്ക് സുക്കർബർഗിന്റെ നിയന്ത്രണത്തിലുള്ള മെറ്റ എന്ന് പറയുന്ന കമ്പനിയും ശതകോടികളാണ് ഇപ്പോൾ നിക്ഷേപിച്ചിരിക്കുന്നത്. ഇവർ ഇത്തരത്തിലുള്ള ഒരു നിക്ഷേപം നടത്തിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത്തരത്തിലുള്ള ഒരു കാര്യം വരും എന്ന് തന്നെ നമുക്ക് നിശ്ചയിക്കാം. ഉറപ്പിച്ച് തന്നെ നമുക്ക് പറയാനും സാധിക്കും. കാരണം മറ്റൊന്നുമല്ല, ആപ്പിൾ പോലെയുള്ള അല്ലെങ്കിൽ മെറ്റ പോലുള്ള ഇത്രയൊരു വലിയൊരു കമ്പനി ഇത്തരത്തിലുള്ള ഒരു സാങ്കേതിക വിദ്യയിലേക്ക് ഇത്രയും രൂപ നിക്ഷേപിക്കണമെന്നുണ്ടെങ്കിൽ വരാൻ പോകുന്നത് ചില്ലറക്കാരനൊന്നും ആയിരിക്കത്തില്ല. ഇതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ മാർക്ക് സക്കർബർഗ് പറഞ്ഞിരിക്കുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ ആപ്പിളിന്റെ വിഷൻ പ്രോ എന്ന് പറയുന്ന സംഭവം എല്ലാവർക്കും അറിയാം. പല രീതിയിലുള്ള കാര്യങ്ങൾ ഈ ഒരു വിഷൻ പ്രോയിലൂടെ അനുവദിക്കുന്നുണ്ട്. ആ ഒരു സാങ്കേതിക വിദ്യയിലേക്ക് ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ ഈ ഒരു മൊബൈൽ ഫോൺ കൊണ്ട് നടക്കാതെ തന്നെ നമുക്ക് കോളുകള്, SMS സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഇതൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു സംവിധാനം മുന്നോട്ട് വരാൻ പോകുന്നത്. ഈ ഒരു സംവിധാനത്തിന്റെ പേര് മാർക്ക് സക്കർബർഗ് പറഞ്ഞിരിക്കുന്നത് ഓഗ്മെന്റഡ് റിയാലിറ്റി എന്നാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റും ഓഗ്മെന്റഡ് റിയാലിറ്റിയും ചേർന്ന് വലിയൊരു വിപ്ലവമാണ് നമ്മുടെ ഈ ഒരു നാട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ലോകത്തേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. വളരെ അധികം ഉപകാരപ്പെടുന്ന രീതിയിലായിരിക്കും ഈ ഒരു സംവിധാനം വരുന്നതെന്ന് പറയുന്നുണ്ട്. ഏതായാലും മൊബൈലുകളൊക്കെ പീക്ക് ലെവലിൽ നിൽക്കുന്ന സമയത്ത് ഇത്തരത്തിൽ നമ്മുടെ ഡിവൈസ് കയ്യിൽ കൊണ്ട് നടക്കാതെ തന്നെ നമുക്ക് വിർച്വൽ റിയാലിറ്റിയുടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓഗ്മെന്റഡ് റിയാലിറ്റിയുടെ സാങ്കേതിക വിദ്യയിലൂടെ പല തരത്തിലുള്ള നമ്മുടെ ആശയവിനിമയങ്ങൾ ഇപ്പോൾ വിർച്വൽ റിയാലിറ്റി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള AI സംവിധാനത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടുനടക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഏതായാലും ആപ്പിൾ അല്ലെങ്കിൽ മെറ്റ പോലെയുള്ള കമ്പനികൾ ഇതിൽ ശതകോടികൾ നിക്ഷേപിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഉറപ്പായിട്ടും ഈ ഒരു സാങ്കേതിക വിദ്യ വളരെ താമസിക്കാതെ തന്നെ നമ്മുടെ അടുത്തേക്ക് വരികയും നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോണുകളൊക്കെ കാലം കഴിയുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇത്തരത്തിലുള്ള ഒരു സംവിധാനം വന്നിട്ടുണ്ടെങ്കിൽ വളരെ വലിയൊരു കുതിപ്പ് തന്നെയായിരിക്കും നമുക്ക് മുന്നിലേക്ക് വരാൻ പോകുന്നത് സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ. ഏതായാലും 10 കൊല്ലം കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോൺ കാണും. മൊബൈൽ ഫോണുകൾ ഇപ്പോൾ തന്നെ പീക്ക് ലെവലിലാണ് നിൽക്കുന്നതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. 10 കൊല്ലം കഴിയുമ്പോൾ എന്തായിരിക്കും അവസ്ഥയെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു സാങ്കേതിക വിദ്യ വന്നു കഴിഞ്ഞാൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം, പലതരത്തിലുള്ള ഉപകാരങ്ങൾ ഉണ്ടാകാം. ആദ്യം തന്നെ എല്ലാ ആളുകളിലേക്കും ഇത്തരത്തിലുള്ള ഒരു സംവിധാനം വരുമെന്നല്ല പറയുന്നത്. ഏതായാലും വന്നു കഴിയുമ്പോൾ ഒരു ടോപ്പ് പ്രൈസ് സെഗ്മെന്റിലായിരിക്കും വരുന്നത്. ആപ്പിളിന്റെ വിഷൻ പ്രോ ഒക്കെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, എല്ലാ ആളുകൾക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലല്ല അതിന്റെ പ്രൈസ് സെഗ്മെന്റ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു സംവിധാനത്തിലൂടെ ആയിരിക്കും വരുന്നത്. പതിയെ പതിയെ എല്ലാ ആളുകളിലേക്കും ഇത് എത്താനും സാധ്യതയുണ്ട്. ഏതായാലും മൊബൈൽ ഫോണുകളുടെ കാലം കഴിയുന്നു എന്ന് പറയുന്നതിന് എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ എന്ന് നമുക്ക് ഏകദേശം ഈ പറഞ്ഞ കാലയളവുകൾ കൂടി കാത്തിരുന്നാൽ മാത്രമേ അറിയാൻ സാധിക്കത്തുള്ളൂ. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഇത് മാത്രമാണ് പറയാനുള്ളത്. ഏതായാലും ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക. ഇതേക്കുറിച്ചുള്ള കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യണം. മറ്റൊരു നല്ല വീഡിയോ കാണുമ്പോൾ നാസിം ഈസ് സൈനിങ് ഓഫ്. താങ്ക് യു.